ഹലോ നമസ്കാരം. AFPTയുടെ പുതിയൊരു അപ്ഡേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് CISFന്റെ നോട്ടിഫിക്കേഷനാണ്. കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്കുള്ള CISFന്റെ നോട്ടിഫിക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് 31/8/2024 മുതൽ 30/9/2024 വരെയാണ് ഇതിലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ടുള്ളത്. ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. CISFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ രീതികൾ എന്നൊക്കെ തന്നെ പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, റിട്ടൺ ടെസ്റ്റ് OMR ആണ്, ഡീറ്റെയിൽഡ് മെഡിക്കൽ ടെസ്റ്റ്, റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും പ്രോസസ്സാണ് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇതിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ എൻറ്റയർ സ്റ്റേറ്റിൽ ജനറലിന് 9 വേക്കൻസീസും, EWCക്ക് 2 വേക്കൻസീസും, SCക്ക് 2 വേക്കൻസീസും, STക്ക് വേക്കൻസീസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അത് ജനറലിൽ തന്നെ പെടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. OBCക്ക് 5 വേക്കൻസീസും തന്നെയാണ്. കേരള സ്റ്റേറ്റിലെ നക്സൽ ആൻഡ് മിലിറ്റന്റ് ഏരിയയിൽ ജനറലിന് 2 വേക്കൻസീസ്, EWCക്ക് 2 വേക്കൻസീസ്, SCക്ക് 5ഉം, STക്ക് 0യും, OBCക്ക് 4ഉം. അങ്ങനെയാണ് വേക്കൻസീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th പാസ് ആയിരിക്കണം എന്നാണ്. വിത്ത് സയൻസ് ആണ് സബ്ജക്റ്റ് പറയുന്നത്. അതായത് ബയോ സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഉൾപ്പെടെയുള്ള ഏത് സയൻസ് ആണെങ്കിലും +2 വിത്ത് സയൻസ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 23 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അതായത് 1/10/2001 മുതൽ 30/9/2006 വരെ ഉള്ള കാലയളവിനിടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, എക്സ് സർവീസ് 3 വർഷം തന്നെയാണ്. ഇതിന് ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ 10/10/2024 മുതൽ 12/10/2024 വരെയാണ് ഇതിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത്. സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12/10/2024 ശേഷം മാത്രമേ അത് എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 120 മിനിറ്റ്സിൽ 100 ചോദ്യങ്ങൾ, 100 മാർക്ക് എന്ന രീതിയിലാണ് പോകുന്നത്. അതിന് ജനറൽ ഇൻ്റലിജൻസിന് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ പാർട്ട് എയിലാണ് അത് വന്നിട്ടുള്ളത്. പാർട്ട് ബി ജനറൽ നോളജ് ആൻഡ് അവയർനെസ്സിൽ 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് സി മാത്തമാറ്റിക്സ് ആണ്, 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ്. പാർട്ട് ഡി ഇംഗ്ലീഷ് ഓർ ഹിന്ദി 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്, 120 മിനിറ്റ് ആണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ CISFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിന്റെ ഹൈറ്റ് 170 സെന്റിമീറ്റർ ആണ്, ചെസ്റ്റിന്റെ 80 സെന്റിമീറ്റർ ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെന്റിമീറ്ററിലേക്ക് വരണം. 5 കിലോമീറ്റർ റണ്ണ് 24 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഇതാണ് ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. സോ അപ്പോൾ മാക്സിമം തെറ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരുത്താതെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPTയുടെ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇതാ ഞങ്ങളുടെ ഷുവർ ഷോട്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.